കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളെ പറ്റി പറയുകയാണെങ്കിൽ ഇന്ത്യയിലെയോ കേരളത്തിലെയോ ക്രെഡിബിലിറ്റി ഉള്ള കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളുടെ പേരിൽ ഒരു അലിഗേഷൻ ഇവിടെ ഇല്ല. ഇപ്പോൾ പറഞ്ഞ പോലെ ചില പ്രാദേശികമായിട്ടുള്ള ചില കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളെ പറ്റി അവർക്ക് പേപ്പർ ചോർന്ന് കിട്ടുകയും അവരത് ഉപയോഗിക്കുകയും ചെയ്യുന്നുള്ള ആരോപണങ്ങൾ ഉള്ളപ്പോൾ തന്നെ കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ മാഫിയ എന്നുള്ളതിനേക്കാൾ ഇത് സംഘടിതമായ ചില ആളുകൾ ചെയ്ത കുറ്റകൃത്യം എന്നുള്ള രീതിയിൽ കാണാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, കുട്ടികൾ അതുപോലെ അവരുടെ പേരൻസിനോടൊപ്പം തന്നെ നമ്മൾ പരിഗണിക്കേണ്ട ഒരു കൂട്ടരാണ് ഈ എൻട്രൻസ് ടീച്ചിങ് ഫാക്കൽറ്റീസ് എന്ന് പറയുന്നത്. ഒരു കുട്ടി നീറ്റ് പോലെയുള്ള ഒരു പരീക്ഷയ്ക്ക് തയ്യാറെടുക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ അല്ലെങ്കിൽ അതിനെപ്പറ്റി ചിന്തിക്കുമ്പോൾ ഈ പേരൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഈ വിദ്യാർത്ഥിനെ സംബന്ധിച്ച് ഇതൊരു വലിയ പ്രൊജക്റ്റാണ്. സാമ്പത്തികമായിട്ട് നോക്കിയാലും ഒരു കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചേർക്കണം, അതിൻ്റെ ഫീസ് കൊടുക്കണം, ഹോസ്റ്റലിൽ ചേർക്കണം, അതിനനുസരിച്ചുള്ള സ്കൂളിൽ ചേർക്കണം. പിന്നെ ഈ 2 വർഷത്തോളം ഈ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം മറ്റു യാതൊരു തരത്തിലുള്ള പരിപാടികളിലും പങ്കെടുക്കാതെ കുടുംബത്തിലെ പോലും വളരെ അടുത്ത വിവാഹങ്ങളിലോ അല്ലെങ്കിൽ ചടങ്ങുകളിലോ പങ്കെടുക്കാതെ ഒക്കെയാണ് ഇവർ പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ അവരൊരു പ്രതീക്ഷ എന്നുള്ള രീതിയിലായിരിക്കാം ഈ എക്സാം എഴുതിയിരിക്കുന്നത്. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, കേരളത്തിലെ എല്ലാ കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളും ഇത്തരം ഒരു വാർത്ത ഉണ്ടായതിൻ്റെ പിറ്റേ ദിവസം അവരുടെ വാതിലുകൾ തുറന്നെടുക്കുകയാണ് ചെയ്തത്. ഞങ്ങൾ മാത്രമല്ല, വി ആർ വിത്ത് യു എന്ന് പറഞ്ഞിട്ട് അവർ സൗജന്യമായിട്ട് പിന്നീട് ഫർദർ ക്ലാസ്സുകളും അതേപോലെ തന്നെ ടെസ്റ്റുകളും പ്രിപ്പറേഷൻസും തുടങ്ങി നമ്മളത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിന് നമ്മൾ ഫീസ് വാങ്ങുകയോ ഒന്നും ചെയ്യുന്നില്ല. ഇപ്പോൾ നമ്മൾ ആകാശാണെങ്കിൽ തന്നെ 99 രൂപയ്ക്കാണ് ഒരു കോഴ്സ് ലോഞ്ച് ചെയ്തത്. അതൊരു നെയിം സേക്കിന് വേണ്ടിയിട്ട് 99 രൂപ വെച്ചെന്നേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഒരു ടീച്ചിങ് ഫ്രട്ടേണിറ്റി എന്നുള്ള രീതിയിൽ, കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നുള്ള രീതിയിൽ, കാരണം ഇതുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നിലനിൽക്കാൻ സാധിക്കുകയുള്ളൂ. ഓക്കെ, താങ്കൾക്ക് എന്താ തോന്നുന്നത് ഇതിനെക്കുറിച്ച്? കാരണം ഇത് നമ്മളിപ്പോൾ എന്തൊക്കെ പറഞ്ഞാലും കുട്ടികളുടെ കണ്ണുനീരിന് ഇതൊന്നും ശമനമല്ല. ഒരു 360 ഡിഗ്രി ഇവാലുവേഷൻ ശരിക്കും ഇവിടെ നടക്കുന്നില്ല. +2 പഠിച്ച സബ്ജക്റ്റുകൾ തന്നെയാണ് ഈ എൻട്രൻസിനും ചോദിക്കുന്നത്. നമ്മൾ ഈ കുട്ടികൾ പഠിച്ച സബ്ജക്റ്റ് വീണ്ടും എൻട്രൻസ് കോച്ചിങ് സെന്ററുകളിൽ പോയി ഈ സാർ നേരത്തെ പറഞ്ഞത് കണക്ക് അവരുടെ ഫാമിലി നഷ്ടപ്പെടുത്തി, അവരുടെ സോഷ്യൽ ഈവൻസ് നഷ്ടപ്പെടുത്തി, ഇത്രയധികം സ്ട്രെസ് സഹിച്ച് ഈ കുട്ടികൾ വീണ്ടും ഇത് പഠിച്ച് പരീക്ഷ എഴുതേണ്ട ആവശ്യം എന്താണ്? പിന്നെ NTA എന്ന് പറയുന്ന സ്ഥാപനത്തിന് ആവശ്യമില്ലാത്ത വർക്ക് ലോഡ് ഉണ്ട്. ലോകത്തുള്ള സകല പരീക്ഷയും കൂടെ ചെയ്യാനുള്ള കപ്പാസിറ്റി അവർക്കുണ്ടോ? അതിൻ്റെ ഇവാലുവേഷൻ, അതിൻ്റെ ഭരണം നിർവഹിക്കുന്നത് പ്രൈവറ്റ് ഏജൻസികളാണ്. ക്വസ്റ്റ്യൻ തയ്യാറാക്കുന്ന പ്രൈവറ്റ് ഏജൻസിയാണ്. ഇത്രയും NITയും IITയും അടക്കമുള്ള എയിംസ് അടക്കമുള്ള സ്ഥാപനങ്ങൾ ഇവിടെ ഉള്ളപ്പോൾ എന്തിനാണ് പ്രൈവറ്റ് ഏജൻസിക്ക് ഇത് കൊടുക്കുന്നത്? അതിൻ്റെ ആവശ്യമില്ലല്ലോ. ക്വാളിറ്റിയുള്ള അധ്യാപകരാണോ പ്രൈവറ്റ് ഏജൻസിയിൽ ക്വസ്റ്റ്യൻ തയ്യാറാക്കുന്നതെന്ന് എന്താ ഉറപ്പ്? ഇതൊന്നും നമുക്കില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും സ്ട്രക്ചറൽ ചേഞ്ച് എന്നതിനപ്പുറത്തേക്ക് സിസ്റ്റമാറ്റിക് ഇവാലുവേഷൻ നടത്തണം. മത്സര പരീക്ഷകൾ നടത്തുന്ന സ്ഥാപനങ്ങൾ ഒരു ജുഡീഷ്യൽ കമ്മീഷൻ്റെ വിശുദ്ധിയോടുകൂടെ നിലനിർത്താൻ പറ്റണം. അതിൽ തെറ്റ് ചെയ്യുന്നവരെ ഒരാളെ പോലെയും മാതൃകാപരമായി ശിക്ഷിക്കപ്പെടുന്നില്ല. അത് ഉടച്ചു വാർക്കപ്പെടുകയും അതൊരു സ്വതന്ത്ര ഏജൻസി ആയിട്ട് തന്നെ നിൽക്കണം. ജുഡീഷ്യൽ കമ്മീഷൻ്റെ ഒരു വിശുദ്ധിയോടുകൂടെ ഒരു എൻട്രൻസ് കമ്മീഷനായിട്ട് അതിനെ മാറ്റാനും അതിൽ കൃത്യമായ ഒരു പഴുതടച്ച പരീക്ഷാ സമ്പ്രദായങ്ങളിലേക്ക് പോകാനും നമുക്ക് കഴിയണം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.